എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടി നടത്തിയ കേറ്ററ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് നമ്മുടെ സൈക്കോളജിയാണ്. പൊതുവേ നോക്കിയപ്പോൾ നമ്മുടെ സൈക്കോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എല്ലാം ഏകദേശം എളുപ്പമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ സൈക്കോളജി മാത്രമേ ഇച്ചിരി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വന്നപ്പം ചെറിയൊരു കൺഫ്യൂഷൻ പോലെ തോന്നിയുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം തന്നെ ഏകദേശം സയൻസ്, മാത്സും എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇംഗ്ലീഷും മലയാളവും ആയിക്കോട്ടെ നമുക്ക് വായിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പഠനത്തിനായുള്ള വിലയിരുത്തലിന് ഉദാഹരണമായിട്ടുള്ളത്? പ്രതിവാര ക്വിസുകൾ, വാർഷിക പരീക്ഷ, ഗ്രേഡിംഗ് റിപ്പോർട്ട് കാർഡ്, പ്രീ ബോർഡ് പരീക്ഷ. അപ്പോൾ അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത് പ്രതിവാര ക്വിസുകളാണ്. അതായത് പഠനത്തിനായുള്ള വിലയിരുത്തലിന് ഉദാഹരണമായിട്ടുള്ള കാര്യം ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഏത് സാഹചര്യത്തിലാണ് പഠനം ഏറ്റവും അനുയോജ്യമായി മാറുന്നത്? അപ്പോൾ വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഏത് സാഹചര്യത്തിലാണ് പഠനം ഏറ്റവും അനുയോജ്യമായിട്ട് മാറുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ്. അതായത് ZPDക്കകത്ത് നടക്കുമ്പോൾ, നമുക്കറിയാം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പം ZPDക്കകത്ത് നടക്കുമ്പോഴാണ് പഠനം ഏറ്റവും അനുയോജ്യമായിട്ട് മാറുന്നത്. ആരുടെ അഭിപ്രായമാണ്? നമ്മുടെ വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ZPDക്കകത്ത് നടക്കുമ്പോഴാണ് പഠനം ഏറ്റവും അനുയോജ്യമായിട്ട് മാറുന്നത്. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ? നമുക്കറിയാം എന്താണ് ഡിസ്ലെക്സിയയുടെ പ്രത്യേകത? വായന വൈകല്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, അതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ട് എന്താ? ഓപ്ഷൻ സി ആണ്, ഒഴുക്കോടെ വായിക്കുന്നതിനും വാക്കുകൾ തിരിച്ചറിയുന്നതിനും. അതാണ് ഡിസ്ലെക്സിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ലെക്സിയുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ അത് ഏതാണ്? ഒഴുക്കോടെ വായിക്കുന്നതിനും വാക്കുകൾ തിരിച്ചറിയുന്നതിനും. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളെ വിവ്രജന ചിന്തയിലേക്ക് നയിക്കുവാൻ താഴെ പറയുന്ന ഏതെല്ലാം ചോദ്യങ്ങൾക്ക് സാധിക്കും? അതായത് ഡൈവേർജൻറ്റ് തിങ്കിങ്. അപ്പോൾ ഓപ്ഷൻസ്, ഒരു പേപ്പർ ക്ലിപ്പിനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉപയോഗിക്കുവാനാകും? മനുഷ്യർക്ക് പക്ഷികളെ പോലെ പറക്കുവാൻ സാധിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ദിവസം അദൃശ്യനാവാൻ സാധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? 1, 2, 3. ഇത് മൂന്നും എന്താണ്? ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഡൈവേർജൻറ്റ് തിങ്കിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതിലേതാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മൂന്നും വിവരജന ചിന്തയിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സങ്കീർണത വർദ്ധിക്കുന്നതിനനുസരിച്ച് വിഷയങ്ങൾ വീണ്ടും പുനഃസന്ദർശനം നടത്തുന്നത് ഏത് സമ്പ്രദായത്തിലാണ്? അതിൻ്റെ ഉത്തരം വരുന്നത് നമ്മുടെ സർപ്പിള കരിക്കുലം, അതായത് സ്പൈറൽ കരിക്കുലം. സ്പൈറൽ കരിക്കുലത്തിലാണ് വിഷയങ്ങൾ വീണ്ടും പുനഃസന്ദർശനം നടത്തുന്നത്. എവിടെയാണ്? സർപ്പിള കരിക്കുലത്തിൽ. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, പുരോഗനാത്മക വിദ്യാഭ്യാസത്തിന് യോജിച്ച അധ്യാപന രീതി ഏതാണ്? പ്രൊജക്റ്റ് അധിഷ്ഠിത രീതിയാണ് പുരോഗനാത്മക വിദ്യാഭ്യാസത്തിന് യോജിച്ച അധ്യാപന രീതി, അതായത് ഓപ്ഷൻ എ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അധ്യാപക തന്നെ ഗൗനിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മുതൽ ബെന്നി ക്ലാസ്സിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നിർത്തി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ഇത് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഗുണാത്മക ശിക്ഷ അല്ലെങ്കിൽ പോസിറ്റീവ് പണിഷ്മെൻറ്റിന് ഉദാഹരണമാണിത്. ഇത് അധ്യാപക തന്നെ ഗൗനിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മുതൽ ബെന്നി ക്ലാസ്സിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നിർത്തി. ഇത് ഗുണാത്മക ശിക്ഷ അല്ലെങ്കിൽ പോസിറ്റീവ് പണിഷ്മെൻറ്റിനുള്ള ഉദാഹരണമാണ്. നിരവധി തവണ പരിശ്രമിച്ചിട്ടും ഒരു ഗണിത പ്രശ്നം പരിഹരിക്കാൻ പറ്റാതായ കുട്ടി ആ പ്രശ്നത്തെ മറ്റൊരു രീതിയിൽ ദൃശ്യവൽക്കരിച്ചപ്പോൾ എളുപ്പത്തിൽ ഉത്തരം ലഭിക്കുകയുണ്ടായി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, അന്തർദൃഷ്ടി പഠനമാണ്. ഓക്കെ, ഇനി ഒൻപതാമത്തേത്, ലിംഗപരമായ സ്ഥിരരൂപങ്ങളെ നേരിടാൻ ഒതുങ്ങുന്ന ഏറ്റവും നല്ല ക്ലാസ് റൂം സാഹചര്യം ഏത്? ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഊഴമനുസരിച്ച് രാവിലത്തെ അസംബ്ലി ആൺകുട്ടികളും പെൺകുട്ടികളും നയിക്കുക. അതാണ് അതിൻ്റെ ഒൻപതാമത്തേൻ്റെ ആൻസറായിട്ട് വരുന്നത്. പത്താമത്തെ, അരികുവൽക്കരിക്കപ്പെട്ട ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ക്ലാസ് റൂം ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് ലജ്ജിക്കുന്നു. ഈ സാഹചര്യത്തിൽ അധ്യാപകർ ചെയ്യേണ്ടത്? ആ വിദ്യാർത്ഥിയുടെ പങ്കാളിത്തത്തെ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, കുട്ടികളുടെ സഹജമായ ഭാഷാ കഴിവ് വിശദീകരിക്കുന്നതിനായി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ലാഡ് എന്ന ആശയം മുന്നോട്ട് വെച്ച ആരാണ്? നോം ചോംസ്കി അല്ലേ? LAD ലാഡ്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ, ഇതെല്ലാം ആരുടേതാണ്? നമ്മുടെ നോം ചോംസ്കിയുടേതാണ്. ഇനി ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ
നോയൽ ശാസ്ത്രത്തിലും ഗണിതത്തിലും മികവ് പുലർത്തുന്നു, എന്നാൽ സാമൂഹിക ഇടപെടലുകളിൽ ബുദ്ധിമുട്ട് നേരിടുന്നു. ഗാർട്ട്നറിൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടിക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 9 തരത്തിലുള്ള ബുദ്ധികളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സൈക്കോളജി ലിസ്റ്റ് 2 പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവായിട്ട് വരുന്ന ഇതാണ്, ശക്തമായ ഗണിത യുക്തിചിന്ത ബുദ്ധിയുണ്ട്. അതായത് ശാസ്ത്രത്തിലും ഗണിതത്തിലുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശക്തമായ ഗണിത യുക്തിചിന്ത ബുദ്ധിയുണ്ട്. ഇനി 13ാമത്തെ, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിച്ച ഉദാഹരണം ഏത്? അതിൻ്റെ ഉത്തരവായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. ശാസ്ത്ര പ്രോജക്റ്റ് ചെയ്യുവാൻ കുട്ടികൾ കൂട്ടമായി ജോലി ചെയ്യുന്നു. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടി ഇംഗ്ലീഷിലെ ഗേവിന് പകരം തെറ്റായി ഗിവ്ഡ് എന്ന് പറയുന്നു. ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഈ പിശകിനെ എങ്ങനെ കരുതാം? അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്വതസിദ്ധമായ വ്യാകരണങ്ങളുടെ ഉപയോഗം. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, സ്പിയർമാൻ്റെ ദ്വിഘടക ബുദ്ധി സിദ്ധാന്തത്തിൽ ഉൾപ്പെട്ടത്. അത് നമുക്ക് ഓപ്ഷൻസിൻ്റെ അകത്ത് കറക്റ്റായിട്ടുണ്ട്. ഓപ്ഷൻ സി ജി ഫാക്ടറും എസ് ഫാക്ടറും അല്ലേ, അതായത് പൊതുഘടകവും നിർദ്ദിഷ്ട ഘടകവും. ഓപ്ഷൻ സി ആണ് 15ാമത്തേൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായത് കണ്ടെത്തുക. അപ്പോൾ പഠനത്തിനായുള്ള വിലയിരുത്തലിന് ദൈനംദിന ചോദ്യങ്ങൾ ഒരു ഉദാഹരണമാണ്. പഠന വിലയിരുത്തലിന് ഒരു ഉദാഹരണമാണ് ഓരോ ടീമിൻ്റെയും അവസാന പരീക്ഷ. അപ്പോൾ ഈ രണ്ടും, അതായത് വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തലിൻ്റെയും പഠന വിലയിരുത്തലിൻ്റെയും 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരിയാണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി 17ാമത്തേത്, പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന സവിശേഷതകൾ തിരിച്ചറിയുക. പ്രവർത്തനാധിഷ്ഠിതം നോക്കുകയും ചെയ്തുകൊണ്ട് പഠിക്കുക, ശിശു കേന്ദ്രീകൃത സമീപനം, സജീവ പങ്കാളിത്തം, ഇവ 3ഉം പ്രവർത്തനാധിഷ്ഠിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ആദ്യത്തെ 3എണ്ണം അല്ലേ. മനപ്പാടമാക്കൽ പ്രവർത്തനാധിഷ്ഠിതമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3 എന്നിവ മാത്രമാണ് ശരി. ഇനി 18, കഴിവ് വർദ്ധിക്കുന്നതിനനുസൃതമായി പഠനത്തിനുള്ള പിന്തുണ ക്രമേണ പിൻവലിക്കുന്ന പ്രക്രിയയാണ് അനുബന്ധനം അല്ലെങ്കിൽ കണ്ടീഷനിങ്. ഓക്കെ, അപ്പോൾ 18ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. ഇനി പിയാഷെയുടെ വൈജ്ഞാന വികാസന സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഏതൊക്കെ? സ്വാംശീകരണവും സമായോജനവും. ഇപ്പോൾ സ്വാംശീകരണവും സമായോജനവും ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? നമ്മുടെ പിയാഷെയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി ക്ലാസ് വർക്കുകൾ കൃത്യസമയത്ത് ചെയ്തു തീർത്ത കുട്ടികൾക്ക് അധിക ഗൃഹപാഠം നൽകുന്ന അധ്യാപകൻ നിർത്തലാക്കി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ഓപ്ഷൻ ബി നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഋണാത്മക പ്രബലനത്തിന് ഉദാഹരണമാണ് ഈ ഉത്തരം. അതപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അധ്യാപകനോട് ദേഷ്യം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ പിന്നീട് തൻ്റെ സുഹൃത്തിനെ ശകാരിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് ഏത് പ്രതിരോധ തന്ത്രമാണ്? അത് സ്ഥാനാന്തരണമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരവായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. നിബന്ധനകളില്ലാത്ത നല്ല പരിഗണനകൾ നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് പോസിറ്റീവായി വളരുവാൻ സാധിക്കുമെന്നൊരു അധ്യാപകൻ വിശ്വസിക്കുന്നു. ഇവിടെ അധ്യാപകൻ സ്വീകരിക്കുന്നത് ആരുടെ സിദ്ധാന്തമാണ്? BF സ്കിന്നറിൻ്റെ സിദ്ധാന്തമാണ് ഇവിടെ അധ്യാപകൻ സ്വീകരിക്കുന്നത്. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ഒരു അധ്യാപിക നിർദ്ദിഷ്ട പഠന ഫലങ്ങൾ നിർവചിക്കുകയും വിദ്യാർത്ഥികൾ അവ എത്രത്തോളം നേടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി കുട്ടികൾ ഗ്രേഡ് നൽകുകയും ചെയ്യുന്നു. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? അത് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം. മാനദണ്ഡാനുസൃത ശോധകം, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഗ്രേഡിംഗ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി ഹൈസ്കൂൾ അധ്യാപികയായ അമ്പിളി വളരെ കാലമായി ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള വിവരശേഖരണം നടത്തുന്നു. ഇവിടെ അധ്യാപക നടത്തുന്ന ഏത് രീതിയാണ്? നമുക്കറിയാം, ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുള്ള വിവരശേഖരണം നമ്മൾ പറയുന്ന പേരാണ് കേസ് സ്റ്റഡി രീതി അല്ലേ. മനഃശാസ്ത്ര ഗവേഷണോപാധികളിലെ കേസ് സ്റ്റഡിയാണ് ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ ആഴത്തിലും പരപ്പിലും നടത്തുന്ന വിവരശേഖരണം എന്ന് പറയുന്നത്. അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി 25, 2 കുട്ടികൾ ഒരേ രീതിയിലും നിരക്കിലും പഠിക്കുകയും വളരുകയും ചെയ്യില്ല എന്ന മനുഷ്യവികാസത്തിൻ്റെ ഏത് തത്വത്തിലാണ് പ്രതിപാദിക്കുന്നത്? അതിൻ്റെ ഉത്തരം വരുന്ന വികാസ തത്വങ്ങളിലെ സി ആണ്. വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസമുണ്ടാകും. അതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പാസ്സാക്കിയ വർഷം, അതായത് RPWD ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ് 2016. അപ്പോൾ RPWD ആക്ട് വന്നത് 2016.
ഇനി 27 ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ ഏത് പ്രായത്തിലാണ് കുട്ടികൾ ദേഷ്യം, വിദ്വേഷം എന്നിങ്ങനെ വ്യത്യസ്ത വികാരങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, അതായത് 6 മാസം. ഇനി 28-ാമത്തേത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കുട്ടികളെ പ്രധാനമായും ബാധിക്കുന്നത്? അതിന് ഉത്തരവായിട്ട് വരുന്ന സാമൂഹ്യ ഇടപെടലും ആശയവിനിമയം. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഇനി 29-ാമത്തെ ക്വസ്റ്റ്യൻ ഗണിത പ്രശ്നങ്ങൾ രസകരവും താല്പര്യമുള്ളവയും ആയതിനാൽ അമേലി എന്ന കുട്ടി ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് തോന്നിയതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നതാണ് ഓപ്ഷൻ എ, ആന്തരിക അഭിപ്രേരണ. 30-ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകം ഏതാണ്? കുട്ടിയുടെ അഭിപ്രേരണയുടെ നിലവാരമാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പം ഇതിപ്പോൾ സർവീസിലുള്ള ടീച്ചേഴ്സിനുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവർ അധ്യാപകരാണല്ലോ, അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പം അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ക്ലാസ്സുകളിൽ അനുഭവിക്കുന്ന അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമ്മുടെ സൈക്കോളജിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിരുന്നു, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വായിച്ചു നോക്കിയാൽ കിട്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി അടുത്താണ് നമ്മൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് പൊതുവേ സത്യത്തിൽ എളുപ്പമായിരുന്നു. ഇത് തന്നെ നമുക്ക് കാറ്റഗറി 1-ന് അടുത്ത ദിവസം വരുന്ന എക്സാമിന് വരണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 31-ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക കൂട്ടലും കുറയ്ക്കലും പഠിപ്പിക്കാൻ മുത്തുകൾ, ബ്ലോക്കുകൾ തുടങ്ങിയ മൂർത്തമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഈ സമീപനം ഗണിത വിദ്യാഭ്യാസത്തിൻ്റെ ഏത് തത്വവുമായി യോജിക്കുന്നു? അതിന് ഉത്തരം വരുന്നത് ബി ആണ്, കൺസ്ട്രക്റ്റിവിസം. ഇനി അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ തുക ഒരു ഒറ്റ സംഖ്യയായിരിക്കും. ഈ തത്വം തെളിയിക്കുന്നതിന് പ്രൈമറി ക്ലാസ്സുകളിൽ അനുയോജ്യമായ പഠന രീതി ഏതാണ്? ആഗമന രീതി. അതായത് ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ പൊതു തത്വത്തിലേക്ക് എത്തുന്നത് അല്ലേ, ആഗമന രീതി. ഇനി ഗണിതശാസ്ത്രത്തിലെ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഠനത്തിലെ പ്രത്യേക ബുദ്ധിമുട്ടുകളോ തെറ്റിദ്ധാരണകളോ തിരിച്ചറിയുക. അപ്പോൾ 33-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഇനി 34-ാമത്തെ ക്വസ്റ്റ്യൻ പ്രാഥമിക ഗണിതശാസ്ത്ര പഠനത്തിൽ ശിശു കേന്ദ്രീകൃത സമീപനം ചുവടെ പറയുന്നവയിൽ ഏതാണ്? അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത് കുട്ടിയുടെ താല്പര്യങ്ങൾ, കഴിവുകൾ, പഠന വേഗത എന്നിവ അടിസ്ഥാനമാക്കി പഠന പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു. അതായത് ഓപ്ഷൻ ബി ആണ് 34-ൻ്റെ ആൻസർ. ഇനി പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മികച്ച സംഖ്യാബോധം വികസിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചകം താഴെ പറയുന്നവയിൽ ഏതാണ്? അളവുകൾ, സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവ മനസ്സിലാക്കുകയും അവയുമായി വഴക്കത്തോടെ പ്രവർത്തിക്കാനും കഴിയും. അപ്പം 35-ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി 36 നോക്കിയേ, 2025 ജനുവരി 1 ബുധനാഴ്ചയാണ്. 2026 ജനുവരി 1 ഏത് ദിവസമാണ്? അത് വ്യാഴാഴ്ച ആയിരിക്കും. അവിടെ ലീപ്പ് ഇയറിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിൻ്റെ ഉത്തരം വരുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ, 36-ൻ്റേത്. ഇനി 37 കുട്ടികൾക്ക് അക്കങ്ങളും സംഖ്യകളും തിരിച്ചറിയുന്നതിൽ നേരിടുന്ന ബുദ്ധിമുട്ട് ചുവടെ പറയുന്നതിൽ ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്? ഡിസ് കാൽക്കുലിയ. അപ്പോൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ട അക്കങ്ങളും സംഖ്യകളും തിരിച്ചറിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഡിസ് കാൽക്കുലിയ എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. 38 മെച്ചപ്പെട്ട ഗണിത പഠനം കുട്ടികളിൽ ഉറപ്പാക്കുന്നതിന് ഒരു ടീച്ചർക്ക് വേണ്ട നൈപുണി ചുവടെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? പഠിതാക്കളെക്കുറിച്ചുള്ള അറിവ്, ഉള്ളടക്കത്തെ പറ്റിയുള്ള വ്യക്തമായ ധാരണ, വിവിധ വിനിമയ രീതികളെക്കുറിച്ചുള്ള ധാരണ. ഈ 3 ഓപ്ഷനുകളും എന്താണ്? ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓക്കെ, അപ്പോൾ 38-ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി പ്രൈമറി ഗണിത ക്ലാസ്സിലെ ഒരു ഓപ്പൺ എൻഡഡ് ചോദ്യം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന് ധാരാളം ഉത്തരങ്ങൾ കാണും. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. തുക 10 ആകുന്ന 2 സംഖ്യകൾ എഴുതുക അല്ലേ. അത് പലതരത്തിലുള്ള സംഖ്യകളുണ്ട്, ഒറ്റ സംഖ്യ മാത്രമല്ല, പലതരത്തിലുള്ള 2 സംഖ്യകളുണ്ട് 10 കിട്ടുന്നത്. അപ്പോൾ അതാണ് ഓപ്പൺ എൻഡഡ് ചോദ്യത്തിന് ഉദാഹരണം. ബാക്കിയെല്ലാം ക്ലോസ്ഡ് എൻഡഡ് ചോദ്യങ്ങളാണ്. അപ്പോൾ 39-ാമത്തെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ഈ 40 പ്രൈമറി സ്കൂൾ കുട്ടികളെ ഗണിതം പഠിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമീപനം ഏതാണ്? യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിക്കുക. ഓക്കെ, ഇനി 41-ാമത്തേത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? 25 അല്ലേ, നമുക്കറിയാം 5-ൻ്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ പൂർണ്ണവർഗം തന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ്. ഇനി 2 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടായത്? 10 മുതൽ 99 വരെയുള്ളതാണ് 2 അക്ക സംഖ്യകൾ. അപ്പോൾ അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 90 2 അക്ക സംഖ്യകളുണ്ട്.
ഓക്കെ, ഇനി അടുത്തത് 50ാമത്തെ ഒറ്റ സംഖ്യ. 50ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്ഷൻ സി ആണ്. 99 50ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ പകുതി 50 സംഖ്യയുടെ ഇരട്ടി എത്രയാണ്? ഒരു സംഖ്യയുടെ പകുതി എന്ന് പറയുമ്പോൾ 50 പകുതി വരണമെങ്കിൽ ആ സംഖ്യ 100 അല്ലേ? അപ്പോൾ 100ൻ്റെ ഇരട്ടി എത്രയാണ്? 200. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കാൻ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, 2 അഭാജ്യ സംഖ്യകളുടെ തുക 31. ഇതിൽ വലിയ സംഖ്യ ഏതാണ്? ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ആകെ ഒരു അഭാജ്യ സംഖ്യയുള്ള ഏതാണ്? നമ്മുടെ 29. അപ്പോൾ അതാണ് ഉത്തരവായിട്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി. ഇനി 1, 5, 4, 10, 20 എന്നീ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ശരാശരി കാണുന്നത് എന്താ? തുക ബൈ എണ്ണം, അതെല്ലാം കൂടെ കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഉത്തരം കിട്ടുന്ന ഓപ്ഷൻ ബി 8. ഓക്കെ, ഇനി 47, രാത്രി 9 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 11:20 മംഗലാപുരം എത്തി. യാത്രക്കെടുത്ത ആകെ സമയം എത്ര? അപ്പോൾ 14 അല്ലെങ്കിൽ 14.20 മണിക്കൂറാണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, ഇനി 48ാമത്തേത്, ഒരു രണ്ടക്ക സംഖ്യയും അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാകാൻ സാധ്യതയുള്ള സംഖ്യ ഏത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 36. ഇനി ഒരു ചെസ് ബോർഡിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട്? 204 സമചതുരങ്ങളാണ് ഒരു ചെസ് ബോർഡിലുള്ളത് കേട്ടോ. ഇനി ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ 30 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ ആയാൽ കർണത്തിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 3:4:5 എന്നുള്ള റേഷ്യോയിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ കർണത്തിൻ്റെ നീളം എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി 51, ഏറ്റവും വലിയ ന്യൂന പൂർണ്ണസംഖ്യ ഏതാണ്? -1 ആണ് ന്യൂന പൂർണ്ണസംഖ്യ. അപ്പോൾ 51ൻ്റെ ആൻസർ ഓപ്ഷൻ സി. ഇനി രേഖീയ ജോഡിയിലെ ഒരു കോൺ 100 ഡിഗ്രി ആയാൽ മറ്റേ കോൺ എത്രയാണ്? നമുക്കറിയാം 180 വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ 100 ഓൾറെഡി ഉണ്ട്, ഇനി ബാക്കി എത്രയും കൂടെ മതി? 80 ഡിഗ്രി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം. ഇനി ക്ലോക്കിൽ 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ചേർന്നുണ്ടാകുന്ന ചെറിയ കോണിൻ്റെ അളവ് എത്രയാണ്? 3 മണി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു സമയമാണ്. ഈ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്